മലയാളികളിൽ ഏറ്റവും സമ്പന്നനെന്ന പട്ട സ്വന്തമാക്കി ജോയി ആലുക്കാസ്. ഫോബ്സിന്റെ റിയൽ ടൈം ശതകോടീശ്വര പട്ടിക പ്രകാരം $6.7 ബില്യൺ അദ്ദേഹത്തിന്റെ ആസ്തി. പട്ടികയിൽ 563 സ്ഥാനത്താണ് ജോയി ആലുക്കാസ്. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലിയാണ് 5.4 ബില്യനുമായി 2ാം സ്ഥാനത്ത്. ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ സമ്മർദ്ദതന്ത്രവുമായി ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങൾക്കുമെതിരെ കൂടുതൽ തീരുവ ചുമത്താൻ G7 രാജ്യങ്ങളോട് US ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുൻ ഉപരാഷ്ട്രപതി ജയദീപ് ധൻഖർ രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു. ദീപാവലി നവരാത്രി അവധിയോടനുബന്ധിച്ച് ലോകമാന്യ തിലക് തിരുവനന്തപുരം നോർത്ത് പ്രതിവാര സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ച് ഇന്ത്യൻ റെയിൽവേ. സെപ്റ്റംബർ 25 മുതൽ നവംബർ 27 വരെയാണ് സർവീസ് അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിൽ 16 സ്റ്റോപ്പുകളാണുള്ളത്. ആഭരണ പ്രേമികൾക്ക് ഇരുട്ടടി. ഇന്ന് സ്വർണം ഗ്രാമിന് 70 രൂപയും പവന് 560 രൂപയുമാണ് വർദ്ധിച്ചത്. ഇതോടെ സ്വർണം ഗ്രാമിന് 10,200 രൂപയും പവന് 81,600 രൂപയുമായി.